ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗുരു ആ പരമാനന്ദം നൽകണമേ എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും നിൻ്റെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ ലോകവാസം, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജീവിതം, ഈ ലോകത്തിലുള്ള വാസം എങ്ങനെയായിരിക്കണം? കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നത്. കഷ്ടപ്പാടുകൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മുടെ സ്ഥൂലമായിട്ടുള്ള ഈ തലത്തിൽ, ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരീരത്തിന് അസുഖമില്ലാതിരിക്കുക, അതിനെ ശരിയായ രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലം. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോഴോ മാനസികമായിട്ടൊരു വേറെ തലമുണ്ട്. അപ്പോൾ സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടുമുള്ള രണ്ട് തലമാണ്. ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നമുക്ക് കഷ്ടപ്പാട് കൂടാതെ ഇവിടെ കഴിഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഇപ്പം എത്രയോ പേരാണ് മാനസികമായുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ച് മനസ്സിനെ ഒരുവിധം ബാലൻസിൽ കൊണ്ടുപോയിക്കൊണ്ട് ജീവിതം നയിക്കണം. എത്രയോ പേരാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ ലോകവാസം കഷ്ടപ്പാട് നിറഞ്ഞതായതുകൊണ്ടാണ് മനസ്സിന് ശാന്തതയില്ലാതെ അവർ ഇങ്ങനെ അലഞ്ഞ് പിരിമുറുക്കം കൂടുമ്പോൾ ഈ മരുന്ന് കഴിച്ച് അവർ ഈ നാഡീവ്യൂഹത്തെ മൊത്തം തളർത്തിക്കളയാണ്. അതൊരു ശാശ്വതമായ പരിഹാരമല്ല. പക്ഷേ ഈ താൽക്കാലികമായിട്ട് ഇതിനെ തളർത്തിയിടുക എന്നുള്ളതല്ലാതെ ആധുനിക ഭിഷഗ്വരന്മാർക്ക് വേറെ ഒന്നും ചെയ്യാനുമില്ല. എന്നാൽ ആയുർവേദത്തിൽ നല്ല ചികിത്സകൾ ഇതിനൊക്കെ ഉണ്ട്. അവിടെയും അത്രമാത്രം ആഴത്തിൽ അത് പഠിച്ച് പ്രയോഗിക്കുന്ന ആളുകളും ഇന്ന് കുറവാണ്. ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. എങ്കിലും ധാര പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ നാഡീവ്യൂഹങ്ങളെല്ലാം ഒന്ന് നോർമലാകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഈ സിസ്റ്റം, ഈ നമ്മുടെ ഈ ബോഡി സിസ്റ്റം, നെർവസ് സിസ്റ്റം ചൂടാവുകയാണ്. ചൂടായി കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ല. അത് ആകെ പ്രശ്നമായി പോകും. ഉറക്കമില്ലാതായി കഴിഞ്ഞാൽ അയാളുടെ ബാലൻസ് പോവുകയാണ്. അങ്ങനെ ഉള്ള സമാധാനവും അയാളുടെയും പോകുന്നു, അയാളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റുള്ളവരുടെയും പോവുകയാണ്. അപ്പോൾ എങ്ങനെ ലോകവാസം പിന്നെ എങ്ങനെയാണ് സന്തോഷപൂർണ്ണമാകുക? അതുകൊണ്ടാണ് ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ മാതാപിതാക്കൾ കൃത്യമായിട്ടും ഒരു അവബോധത്തോടു കൂടി സന്തതി പരമ്പരകളെ വളർത്തണം. ദിവസവും കുറച്ച് ധ്യാനം അതിൻ്റെ ഏറ്റവും ലളിതമായ രീതിയിൽ പറഞ്ഞു കൊടുത്ത് ശീലിപ്പിക്കണം. മാതാപിതാക്കളും അത് ചെയ്യണം. അതിനോടൊപ്പം നമുക്ക് ഈ അറിവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അത് ബാലൻസിൽ പോകാൻ പറ്റും. അപ്പോൾ ഈ അറിവ് ഉപയോഗിച്ച് ഈ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു കൂടുന്നതിന് എനിക്ക് അനുഗ്രഹം ഉണ്ടാകണം. അപ്പോൾ വെളിയിൽ നിന്ന് ഉള്ള അനുഗ്രഹത്തെ അല്ല ഇവിടെ ഗുരു പറയുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. വേറൊരു ദേവതയോ വേറെ ഒരു ശക്തിയോ അല്ല നമുക്ക് തരുന്നത്. പക്ഷേ നമുക്ക് വ്യവഹാരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെ ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിന്. അപ്പം നിൻ്റെ പരമപദം എന്ന് പറയുന്നത് ഇതിന് സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ഈ പരമ്പൊരുളിൻ്റെ, അത് എന്നിൽ നിന്നും വ്യത്യസ്തനല്ല. എന്നിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരു പരമാത്മാവിനെക്കുറിച്ചോ പരമ്പൊരുളിനെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത്. ഇപ്പോൾ ദൈവം കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചിത്പുരുഷനാണെന്ന് ഗുരു വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ദൈവം ചിത്പുരുഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ ആ പരമപദം.
അത് ഇവിടെ ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഒക്കെ സാക്ഷിയായിട്ട് വർത്തിക്കുന്ന, നമ്മുടെ ഉള്ളിലിരിക്കുന്ന, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യമാണ് എന്നുള്ള ബോധ്യം, ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമമായിട്ടുള്ള ആ പദം, അല്ലെങ്കിൽ നീ തന്നെയാണ് പരമമായിട്ടുള്ള പദം, അത് തിരിച്ചറിയുമ്പോൾ സാക്ഷാത്കാരം, തിരിച്ചറിയുക എന്ന് പറയുന്നത് സാക്ഷാത്കാരമാണ്. ആ തിരിച്ചറിവിലൂടെ നമുക്ക് നിൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയാണ്. അപ്പോൾ മാത്രമാണ് ശരിക്കുള്ള അനുഗ്രഹം ഉണ്ടാകുന്നത്, ഈ തിരിച്ചറിവ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തലത്തിലേക്ക് നമുക്ക് ഏവർക്കും എത്തിപ്പെടുവാനായിട്ട് സാധിക്കട്ടെ. നമസ്കാരം.